ആശാ വർക്കർമാരുടെ പ്രശ്നത്തോടെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് മനുഷ്യത്വരഹിതമെന്ന് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. പറഞ്ഞു. സർക്കാരും ആരോഗ്യമന്ത്രിയും ആശാ വർക്കർമാരെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നതെന്നും പി.സി. വിഷ്ണുനാഥ് M5 ന്യൂസിനോട് പ്രതികരിച്ചു. ഇത് സർക്കാരിൻ്റെ അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമായ ഒരു സമീപനമാണ്. ആശാ വർക്കർമാർ ഇന്നു മുതൽ നിരാഹാര സമരം ആരംഭിച്ചു. നമ്മൾ അങ്കണവാടിയുടെ സമരം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയേണ്ടിയിരുന്നത് വീണ ജോർജാണ്. പകരം മറുപടി പറഞ്ഞത് രാജീവാണ്. അപ്പോൾ ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് അംഗനവാടിക്കാരുടെ അടിയന്തര പ്രമേയത്തിന് പോലും നിൽക്കാതെ മന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ നമ്മൾ കരുതിയത് ഇന്നലെ എല്ലാ പത്രത്തിലും ചാനലിലും എല്ലാം വന്നതും പറഞ്ഞതുമെല്ലാം അദ്ദേഹം JP നഡ്ഡയുമായി ആശാ വർക്കർമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു എന്നാണ്. ഇപ്പോൾ ഇന്നറിയാൻ കഴിയുന്നത് അവരുടെ ഡൽഹി യാത്രയുടെ ഉദ്ദേശം ക്യൂബൻ ഭരണാധികാരിയെ കേരളത്തിലേക്ക് ക്ഷണിക്കാനാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയാൽ ആരോഗ്യമന്ത്രിയും കാണും എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേരളത്തിലെ ഒരു പരിഷ്കൃത ജനസമൂഹത്തിൻ്റെ മുമ്പേ നോക്കി ഈ മന്ത്രിമാരൊക്കെ പല്ലിളിച്ച് കാണിക്കുകയല്ലേ. ഇവരെല്ലാം അധികാരത്തിലേറ്റിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ ഇവർ നടത്തുന്നത്. ഈ പാവപ്പെട്ടവർ ഒരു മാസത്തിലധികമായി സമരം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ 3-4 ദിവസമായി. ഇതൊന്നും കാണണ്ട, ഇതൊന്നും പരിഹരിക്കേണ്ട, ഇതിലൊന്നും ഇടപെടണ്ട എന്നെല്ലാം പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവരുടെ മനുഷ്യത്വ വിരുദ്ധതയാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഒരു കമ്മ്യൂണിസവും ഇല്ല ഇവർക്ക്, ഒരു മാനവികതയുമില്ല. 8 മാസം കൂടെ അധികാരത്തിലിരിക്കുക, അതിൻ്റെ സുഖങ്ങളെല്ലാം അനുഭവിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഏത് വഴി വരാനാണെന്നാണ്, ഏത് വഴി വരുമെന്നായി പറയുന്നത്? അംഗനവാടിക്കാർക്ക് വേണ്ടാത്ത, ആശാ വർക്കർമാർക്ക് വേണ്ടാത്ത, പാചക തൊഴിലാളിക്ക് വേണ്ടാത്ത, കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടാത്ത, കയറ് തൊഴിലാളിക്ക് വേണ്ടാത്ത, ഖാദി തൊഴിലാളിക്ക് വേണ്ടാത്ത, നിർമ്മാണ തൊഴിലാളിക്ക് വേണ്ടാത്ത, ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഉത്തരവ് അറിയുന്ന ആളെ കൊണ്ടുവരുമോ?